ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജസ്റ്റിൻ. ഗാലൻ്റ് IAS അക്കാദമീൻ്റെ ഡയറക്ടറാണ്. ഓൾസോ ഹിസ്റ്ററി ഫാക്കൽറ്റിയാണ്. അപ്പം UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ഹിസ്റ്ററി വളരെ ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോർ സബ്ജക്ട്സിൽ ഒന്നാണ്. ഒരു ആവറേജ് 14 to 15 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഹിസ്റ്ററി. ആൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ആർട്ട് ആൻഡ് കൾച്ചർ, ഈ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. തീർച്ചയായിട്ടും 10-30 മാർക്സ് നമുക്ക് മേ ബി കട്ട് ഓഫ് 75-85 ആണെങ്കിൽ അതിൽ അറൗണ്ട് ഒരു 25 to 30 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഏരിയയാണ്. ഇപ്പോൾ ഹിസ്റ്ററിയിൽ ഇപ്പോൾ റീസെന്റ് ട്രെൻഡ് എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യയുടെ ക്വസ്റ്റ്യൻസ് കുറച്ചു, ആൻഷ്യൻ മിഡീവൽ ആൻഡ് കൾച്ചർ പാർട്ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമുക്കറിയാം, അത് സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആയിക്കോട്ടെ, കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈക്ക് ഹിസ്റ്ററി, ആൻഷ്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ മിഡീവൽ ഹിസ്റ്ററി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു, ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ദർ ഈസ് അൺവീലിംഗ് ഓഫ് ദ സ്റ്റാച്യൂസ് ആൻഡ് സ്കീംസ് ആൻഡ് പ്രിസർവേഷൻ, റിനോവേഷൻ, റിസ്റ്റോറേഷൻ, സോ മെനി തിങ്സ് ആർ ഇൻ ദ ന്യൂസ്. അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ ഏരിയാസിൽ നിന്ന് തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആൻഷ്യന്റും മിഡീവലും ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത്. ആൻഷ്യന്റ് മിഡീവലും പഠിക്കുമ്പോൾ ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിന്റെ കൾച്ചർ റിലേറ്റഡ് ഏരിയാസും കൂടി, ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ഏരിയാസും കൂടി ഒപ്പം കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചില ടോപ്പിക്സും അല്ലെങ്കിൽ ചില സ്റ്റാറ്റിക് ഏരിയാസും നമ്മൾ വളരെ ക്വിക്കായിട്ട് റിവിഷൻ ചെയ്യുന്നു. സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് ഇറ്റ് ടിൽ ദ എൻഡ്. ഓക്കെ, ഇൻഡസ് സിവിലൈസേഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇൻഡസ് സിവിലൈസേഷനിൽ നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് UPSC ചോദിച്ചിട്ടുണ്ട്. പ്രിസൈസ്ലി റിലീജിയൻ, ഇൻഡസ് റിലീജിയനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഇൻഡസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഇൻഡസ് വിമനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഇൻഡസ് ട്രേഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഡസിന്റെ പ്രധാനപ്പെട്ട ജോഗ്രഫി, അതിന്റെ സൈറ്റുകളും അവിടുത്തെ ഫൈൻഡിങ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇൻഡസ് സിവിലൈസേഷൻ UPSCന്റെ ഫേവറേറ്റ് ടോപ്പിക്കാണ്. ഇൻഡസ് സിവിലൈസേഷൻ, യെസ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഏത് ഭാഗത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്, ഏതെല്ലാം സ്റ്റേറ്റ്സ് ആണ് കവർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ കൾച്ചറൽ സൈറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ധാരണയുണ്ടായിരിക്കണം. കവറിംഗ് ബലൂചിസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്, സിന്ധ്, ഹരിയാന, രാജസ്ഥാൻ, വെസ്റ്റേൺ UP, ദാറ്റ് ഫോംസ് ദിസ്. ഈ സിവിലൈസേഷന്റെ കോർ ഏരിയാസ് ഈ സ്റ്റേറ്റ്സ് ആണ്, കവറിംഗ് സം പോർഷൻസ് ഓഫ് പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഇൻഡസ് സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട സൈറ്റുകൾ, അവിടെ ഇപ്പോഴും ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസും ഫൈൻഡിങ്സും നടന്നുകൊണ്ടേയിരിക്കുന്നു. മോഹൻജദാരോ, ഹാരപ്പ, റാഗിഗർഗി, ബനവലി, ലോത്തൽ, ഡൊലാവീര, കലിബംഗൻ, റോബർ ലോത്തൽ ഓർ സുൽക്കോട്ടഡ, ഇങ്ങനെ ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. ആ സൈറ്റ്സിൽ നിന്നുള്ള ഫൈൻഡിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം അതിനെ എങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് അർബനൈസ്ഡ്, ലാർജസ്റ്റ്, ഓൾഡസ്റ്റ് റിവർ വാലി സിവിലൈസേഷൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കൂ, ഇതിന്റെ ഫീച്ചേഴ്സ് ഫോക്കസ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിന്റെ ജോഗ്രഫിക്കൽ ഐഡന്റിറ്റി, പ്രധാനപ്പെട്ട സൈറ്റും അതിന്റെ ഫൈൻഡിങ്സും, പിന്നെ ഇതിന്റെ സൊസൈറ്റൽ ഫീച്ചേഴ്സ്, റിലീജിയസ്, എക്കണോമിക്, കൾച്ചറൽ ഫീച്ചേഴ്സ് ഒരു കാരണവശാലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ആൻഡ് ദ സ്റ്റാറ്റസ് ഓഫ് ദ വിമൻ ഇൻ ഇൻഡസ് സിവിലൈസേഷൻ UPSCന്റെ പ്രിലിംസിലും മെയിൻസിലും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ വർഷം സാധ്യതയുള്ള മറ്റൊരു ഏരിയ ആണ് ഈ പ്രധാനപ്പെട്ട ഇമ്പോർട്ട്സ്. ഇൻഡസ് സിവിലൈസേഷന് ട്രേഡ് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു, ബാർട്ടർ സിസ്റ്റം ഫോളോ ചെയ്തിരുന്നു. ഓക്കെ, അവരുടെ ഗുഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സീലിങ്സ് ഉപയോഗിച്ചിരുന്നു. സീൽസ് മോസ്റ്റ്ലി നിർമ്മിച്ചിരുന്നത് സ്റ്റിറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു റിവർ ബെഡ് സോപ്പ് സ്റ്റോണിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഈ സിവിലൈസേഷൻ ഇറക്കുമതി ചെയ്ത പ്രധാനപ്പെട്ട മെറ്റൽസ് ഏതൊക്കെയാണ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതൊരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. അയൺ ഉപയോഗിച്ചിട്ടില്ല, ബട്ട് മറ്റുള്ള മെറ്റൽസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഗോൾഡ് ഫ്രം അഫ്ഗാനിസ്ഥാൻ, പേർഷ്യ, സൗത്ത് ഇന്ത്യ, കോപ്പർ ഫ്രം രാജസ്ഥാൻ, ബലൂചിസ്ഥാൻ, ടിൻ ഫ്രം അഫ്ഗാനിസ്ഥാൻ, ലാപ്പിസ് ലസൂലി ഫ്രം അഫ്ഗാനിസ്ഥാൻ. സോ ജസ്റ്റ് ലുക്ക് ഇൻ ടു ദാറ്റ്. പ്രധാനപ്പെട്ട ഇമ്പോർട്ട്സ് ഏതൊക്കെയായിരുന്നു, ഏതൊക്കെ സ്റ്റേറ്റ്സിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ കൺട്രീസിൽ നിന്നായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ ഇതിന്റെ 3 ഡിവിഷൻസ്, ഈ ഏർലി ഹാരപ്പൻ, മച്ചുർ ഹാരപ്പൻ, ലേറ്റർ ഹാരപ്പൻ എന്ന് പറയുന്നത് ഹാരപ്പൻ സിവിലൈസേഷന്റെ 3 ഫേസസ് ആണ്. ഏർലി ഹാരപ്പനും ലേറ്റർ ഹാരപ്പനും റൂറൽ കൾച്ചേഴ്സ് ആണെങ്കിൽ മച്ചുർ ഹാരപ്പൻ അർബൻ കൾച്ചർ ആണ്. ഓക്കെ, അപ്പോൾ ഈ അർബൻ കൾച്ചർ, മച്ചുർ ഹാരപ്പൻ 2600 BC തൊട്ട് 1900 BC വരെ ഉള്ളൂ. യെസ്, ആര്യൻസ് വരുന്നത് 1500 BC മുതലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇൻഡസ് സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട സൈറ്റും ഫൈൻഡിങ്സും ഇത് വളരെ ഫേവറേറ്റ് ഏരിയ ആണ്. കാരണം ഇത് ഷഫിൾ ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും മാച്ച് ദ പെയർ ആയിട്ടൊക്കെ UPSC ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ. കാരണം ഇപ്പോഴും എക്സ്കവേഷൻസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ബീറ്റ് റാഗിഗർഗി, ബീറ്റ് ലോത്തൽ, ബീറ്റ് ബനവലി, the excavation is ongoing. Okay, so whenever it is in the news നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ പ്രധാനപ്പെട്ട
ഇപ്പൊ ഹരിയാനയിലെ പ്രധാനപ്പെട്ട ഹാരപ്പൻ സൈറ്റ്സ് ഏതൊക്കെയാണ്, മഹാരാഷ്ട്രയിലെ അല്ലെ ഡീപ്പ് സൗത്തിലെ പ്രധാനപ്പെട്ട ഇൻഡസ് സൈറ്റ് ഏതാണ്. ഓക്കെ, സോ സിമിലർ വേ ഗോ ഫോർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡസ് സൈറ്റും അതിന്റെ ഫീച്ചേഴ്സും ഫൈൻഡിങ്സും ഫോക്കസ് ചെയ്യുക. ഇൻഡസ് പഠിക്കുമ്പോൾ റിലീജിയൻ ഭയങ്കര ക്രൂഷ്യലാണ്, അല്ലെങ്കിൽ റിലീജിയസ് പ്രാക്ടീസസ് ഓഫ് ഇൻഡസ് സിവിലൈസേഷൻ. കാരണം മെനി ഓഫ് ഇറ്റ്സ് റിലീജിയസ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ് ആർ പ്രിസർവ്ഡ് ടു മോഡേൺ ഡേ, ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റിലീജിയൻ നോക്കൂ, റിലീജിയനിൽ യെസ് ദേ വർഷിപ്ഡ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഡീറ്റീസ്, അത് ശ്രദ്ധിക്കുക, വർഷിപ്ഡ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഡീറ്റീസ്. ഓക്കെ, then there is they had a phallic worship, they had this tree worship, they had animal worship. അപ്പോൾ അവർ വർഷിപ്പ് ചെയ്ത ആനിമൽസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അവർ വർഷിപ്പ് ചെയ്ത ലൈക്ക് ഗോഡ്സ് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. There is a seated deity, Pashupati Mahadeva, Proto Shiva concept is there, surrounded by some animals. Then Mother Goddess worship is there, Lingam worship is there, Yoni worship is there, tree worship is there. Then animal, hummed bull, unicorn worship is there. Then evil forces also, they had a belief in evil forces also. Okay, അപ്പോൾ റിലീജിയനെ കുറിച്ചും റിലീജിയസ് പ്രാക്ടീസസിനെ കുറിച്ചും ധാരണ ഉണ്ടാവണം. ട്രേഡിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, they had a trade with Mesopotamia, they had a trade with this Egypt, they had a trade with the Middle East, and this Bahrain and this Makran coast, two intermediary station between this trade between Indus and this Mesopotamia. Okay, then similar way they followed a barter system. അവരുടെ എക്സ്പോർട്സ് ഇമ്പോർട്ട്സ് ശ്രദ്ധിക്കുക. പിന്നെ ഇൻഡസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, അതിന്റെ സോഷ്യൽ കൾച്ചറൽ ഫീച്ചേഴ്സ്, സ്റ്റാറ്റസ് ഓഫ് ദ വിമൻ എന്നുള്ള എലമെന്റ്സ് ഫോക്കസ് ചെയ്യുക. കമ്മിങ് ടു വേദിക് ഏജ്, നമുക്കറിയാം വേദിക് ഏജ് എന്ന് പറയുന്നത് ഏർലി വേദിക് 1500 BC തൊട്ട് 1000 BC വരെയും, ലേറ്റർ വേദിക് എന്ന് പറയുന്നത് 1000 BC തൊട്ട് 600 BC വരെയുള്ള കാലഘട്ടമാണ്. ഓക്കെ, അപ്പോൾ ഈ വേദിക് ഏജിനെ കുറിച്ച്, ഏർലി വേദിക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചില കണ്ടംപററി സോഴ്സസ് ഉണ്ടാവും, അത് നിങ്ങൾ മനസ്സിലാക്കുക. ലൈക്ക് ഇറാനിയൻ ടെക്സ്റ്റ് അവെസ്റ്റ ഈസ് ഹാവിംഗ് സോ മെനി striking similarities with that of Rigveda. Okay, especially in the name of this flora, fauna, and different like social groups, etc. ഇനി ശ്രുതി സ്മൃതി ലിറ്ററേച്ചർ. അപ്പൊ നിങ്ങൾ വേദിക്ക് പഠിക്കുമ്പോൾ, വേദിക് ഏജ് പഠിക്കുമ്പോൾ വേദിക് ലിറ്ററേച്ചറും അതിന്റെ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വേദിക് സൊസൈറ്റി, കൾച്ചർ, റിലീജിയൻ, പൊളിറ്റി, എക്കണോമി. ഓക്കെ, ഋഗ്വേദിക് സൊസൈറ്റി എങ്ങനെയായിരുന്നു, ലേറ്റർ വേദിക് സൊസൈറ്റി എങ്ങനെ മാറി, ഋഗ്വേദിക് വിമൻ എങ്ങനെയായിരുന്നു, ലേറ്റർ വേദിക് വിമൻ എങ്ങനെ മാറി, ഋഗ്വേദിക് പോളിറ്റി അല്ലെങ്കിൽ എക്കണോമി എങ്ങനെയായിരുന്നു, ലേറ്റർ വേദിക്കിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ഋഗ്വേദിക് റിലീജിയനും കൾച്ചറും കൾച്ചറൽ പ്രാക്ടീസസും എന്തായിരുന്നു, ലേറ്റർ വേദിക്കിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്. അപ്പം ഈ ഒരു സാധനം ഭംഗിയായിട്ട് നിങ്ങൾ കവർ ചെയ്യുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് ഓഫീസേഴ്സ് ഇൻ വേദിക് ഏജ്, അല്ലെങ്കിൽ ഋഗ്വേദിക് ഏജിലെയും ലേറ്റർ വേദിക് ഏജിലെയും പ്രധാനപ്പെട്ട ടെർമിനോളജി, ടേംസ് ആർ ഇമ്പോർട്ടൻറ്റ്. വ്രജപതി, ഓഫീസർ ഇൻ ചാർജ് ഓഫ് പാസ്റ്റർ ലാൻഡ്. യെസ്, ജീവകൃപ, പോലീസ് ഒഫീഷ്യൽ. ക്ഷത്രി ഈസ് ചമർലിയൻ. Then Senani is Supreme Commander in Chief. Then Stapati is Chief Judge. Gramini is head of the village. Bagaduga is Revenue Collector. Kulapati is head of the family. Then the Sanghahitri is the Treasurer. So just go for what are the terms used in this, later Vedic age. So Vedic terminology UPSC ki important aanu, marakkarudhu. Okay. Then നിങ്ങൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ബുദ്ധിസം, ജൈനിസം. ആൻഷ്യൻ ഇന്ത്യയിലെ റിലീജിയസ് റവല്യൂഷൻസ് ആണ്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ ബുദ്ധിസ്റ്റ് ജൈൻ ടീച്ചിങ്സും ഫിലോസഫീസും ഐഡിയോളജീസും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ബുദ്ധനും മഹാവീരനും തമ്മിലുള്ള കമ്പാരിസൺ, ജൈനിസവും ബുദ്ധിസവും തമ്മിലുള്ള കമ്പാരിസൺ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ മഹാവീരന്റെ ടീച്ചിങ്സ് എന്തൊക്കെയാണ്? വേൾഡ് ഈസ് ആനിമേറ്റഡ്, എല്ലാത്തിനും ജീവനുണ്ട്, എല്ലാത്തിനും ആത്മാവുണ്ട്. യെസ്, കഴിഞ്ഞ വർഷവും ജൈനിസം സോൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പൊ എല്ലാത്തിനും ആത്മാവുണ്ട്, എല്ലാത്തിനും സോൾ ഉണ്ട്, എല്ലാത്തിനും ജീവനുണ്ട്, ഒന്നിനെയും ഉപദ്രവിക്കരുത്. ഡെത്ത് ബർത്ത് എന്ന് പറയുന്ന സൈക്കിൾ ഈസ് ഡ്യൂ ടു കർമ്മ, അല്ലെങ്കിൽ അസറ്റിക്, അല്ലെങ്കിൽ ദീസ് റിഗോറസ് പെനൻസ്, അല്ലെങ്കിൽ എക്സ്ട്രീം അസറ്റിക് ലൈഫ് ഈസ് റിക്വയർഡ് ഫോർ സാൽവേഷൻ. യെസ്, അഡ്വക്കേറ്റഡ് ഓസ്റ്റിയർ ആൻഡ് സിമ്പിൾ ലൈഫ്, എല്ലാം സർവ്വതും ത്യജിച്ചുള്ള ഓസ്റ്റിയർ അസറ്റിക് ലൈഫ്. ഓക്കെ, വേദിക് അതോറിറ്റിനെ റിജക്ട് ചെയ്തു. അതുപോലെ തന്നെ അഗ്രീഡ് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ബട്ട് ലോവർ ദാൻ ജിന, ആൻഡ് സി ഡി നോട്ട് കണ്ടം ദിസ് വർണ്ണ, ഇറ്റ് ഈസ് റിസൾട്ട് ഓഫ് ആക്ഷൻസ്. Then it has faith in the soul and transmigration of the soul, and all is created and sustained by universal law. It opposed to Brahminhood and rituals. Okay, അപ്പം ഈ പറയുന്ന ജൈനിസത്തിലെ സെൻട്രൽ പോയിന്റ്സ് എന്തൊക്കെയാണ്, സെൻട്രൽ ടീച്ചിങ്സ് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ദെൻ അതുപോലെ തന്നെ 5 ഡോക്ട്രിൻസ്, അഹിംസ, സത്യ, അസത്യ, അപരിഗ്രഹ, ബ്രഹ്മചര്യ. ഓക്കെ, അതും ജൈനിസത്തിന്റെ പ്രധാനപ്പെട്ട 5 vows ആണ്. ദെൻ 3 jewels ഏതൊക്കെയാന്ന് നോക്കുക. ദർ ഈസ് ട്രിപ്പിൾ R, right to faith, right knowledge, right action. Okay, so samyak charita, samyak darshana, samyak jnana. Samyak charita, right action. Samyak darshana, the right to faith.
and Samyak Jnana is right knowledge. These are the three jewels in Jainism. Buddhism yes, Buddha Dhamma Sangha. Okay. Then even Jainism ningle sambandhichiടത്തോളം terms important ആണ്. Just to look into that, Basadis are Jain monasteries, Kaivalyas are enlightenment, Jina means conqueror, Nirgrantha is free from all bonds. So then Pajusana is Jain festival, Sallegana is voluntary death, Anupreksha is 12 religious topics, then Asarva is entry of karma into soul. So Jainismത്തിലെയും ബുദ്ധിസത്തിലെയും terms നിങ്ങൾ ശ്രദ്ധിക്കുക. UPSC ക്ക് വളരെ ഫേവറേറ്റ് ആണ്. ബോധിസത്വ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടേംസ് റിലേറ്റഡ് ടു ബുദ്ധിസം ജൈനിസം ചോദിക്കാറുണ്ട്. സോ അത് നിങ്ങൾ ഭംഗിയായിട്ട് കവർ ചെയ്യുക. ബുദ്ധിസത്തിലെ പ്രധാനപ്പെട്ട 4 നോബൽ ട്രൂത്ത്സ് എന്ന് പറയുന്നത് വേൾഡ് ഈസ് ഫുൾ ഓഫ് സോറോസ്, റീസൺ ഫോർ സോറോ ഈസ് ഡിസയർ. യെസ്, ടു കോൺകർ ഡിസയർ റിമൂവ് ദ സോറോസ്, ഓർ മേ ബി ബൈ കോൺകറിംഗ് ഡിസയർ യു ക്യാൻ റിമൂവ് സോറോസ്, ഫോർ വിച്ച് യു ക്യാൻ ഫോളോ അഷ്ടാംഗിക മാർഗ ഓർ മിഡിൽ പാത്ത്, 8-fold path. ഓക്കെ. ദെൻ ബുദ്ധിസത്തിൽ നമുക്കറിയാം ഡിവിഷൻസ് ഉണ്ട്. ജൈനിസത്തിൽ ദിഗംബര ശ്വേതംബര ഡിവിഷൻസ് പോലെ ബുദ്ധിസത്തിൽ നമുക്കറിയാം ദർ ഈസ് മഹായാന ബുദ്ധിസം, ഹീനയാന ബുദ്ധിസം, തേരവത ബുദ്ധിസം, വജ്രയാന ബുദ്ധിസം, സെൻ ബുദ്ധിസം. സോ ഡിവിഷൻ ശ്രദ്ധിക്കൂ. ഹീനയാന എന്ന് പറയുന്നത് ഓൾഡ് വേർഷൻ ആണ്, ഓർത്തഡോക്സ് വേർഷൻ ആണ്. മഹായാന ന്യൂ വേർഷൻ ആണ്. ഹീനയാന വിശ്വസിക്കുന്ന ഇൻഡിവിജ്വൽ സാൽവേഷനിലാണെങ്കിൽ വൺ ഷുഡ് ഫോളോ ദീസ് ടീച്ചിങ്സ് ഓഫ് ബുദ്ധ ആൻഡ് ഇൻഡിവിജ്വൽ സാൽവേഷൻ ആണെങ്കിൽ മഹായാന വിശ്വസിക്കുന്നത് യെസ് യൂണിവേഴ്സൽ സാൽവേഷൻ. ജസ്റ്റ് ഹാവ് ഫെയ്ത്ത് യു വിൽ അച്ചീവ് സാൽവേഷൻ. ഓക്കെ. അപ്പോൾ മഹായാനയിൽ എന്താ വെച്ചാൽ ഐഡൽ വർഷിപ്പ് ഉണ്ട്, ബോധിസത്വ കോൺസെപ്റ്റ് ഉണ്ട്, റിച്വൽസ് ഉണ്ട്. യു സി ദാറ്റ് ഒരുപാട് ചേഞ്ചസ്. അത് മോഡേൺ വേർഷൻ ആണ്. അപ്പോൾ മഹായാന ബുദ്ധിസം, ഹീനയാന ബുദ്ധിസം, ദെൻ തേരവത ബുദ്ധിസം, ദെൻ ദിസ് വജ്രയാന ബുദ്ധിസം, സെൻ ബുദ്ധിസം ഡിവിഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ ടീച്ചിങ്സ് ശ്രദ്ധിക്കുക. ഇൻ ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് ബുദ്ധിസ്റ്റ് തോട്ട് അതേതൊക്കെയാണ്? Vaibhashika school, Sautrantika school, Yogacara school, Madhyamika school, or this Vajrayana school. അപ്പോൾ ഇതെല്ലാം ബുദ്ധിസ്റ്റ് സ്കൂൾസ് ആണ്. ഈ ഷായർവദ അനേകാന്തവദ ഫിലോസഫീസ് എന്ന് പറയുന്നത് അത് ജെയിൻ സ്കൂൾസ് ഓഫ് തോട്ട് ആണെങ്കിൽ ലെറ്റ് us see that വൈഭാഷിക സ്കൂൾ, സൗത്രാന്തിക സ്കൂൾ, യോഗചാര സ്കൂൾ, മാധ്യമിക സ്കൂൾ, വജ്രയാന സ്കൂൾ, ദീസ് ആർ ബുദ്ധിസ്റ്റ് തോട്ട്സ്. ഓക്കെ. മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് മഹാജൻപദാസ് ആണ്. മഹാജൻപദാസ് എന്ന് പറയുന്നത് നമുക്കറിയാം 600 BC 500 BC കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗ്രേറ്റർ കിങ്ഡംസ് ആണ്. അപ്പോൾ ഇത് ഈ മാപ്പ് ഇമ്പോർട്ടന്റ് ആണ്. UPSCക്ക് ചോദിക്കാം. ഈ ഈസ്റ്റേൺ മോസ്റ്റിൽ നിന്ന് വെസ്റ്റേൺ മോസ്റ്റിലേക്ക് മഹാജൻപദാസിനെ റീഅറേഞ്ച് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മഹാജൻപദാസിനെ റീഅറേഞ്ച് ചെയ്യാൻ പറയാം. സോ മഹാജൻപദാസിന്റെ ലൊക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ പോപ്പുലർ സിറ്റീസ്, ക്യാപിറ്റൽ കൾച്ചറൽ സിറ്റീസ് മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന മഹാജൻപദാസ് വാട്ട് റോൾ ദേ പ്ലേഡ് ഇൻ ദിസ് പ്രൊമോഷൻ ഓഫ് ബുദ്ധിസം, ചൈനീസം, ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഓക്കെ. അതിന്റെ പ്രധാനപ്പെട്ട റൂളിംഗ് ഡിനാസ്റ്റീസും റൂളേഴ്സും ശ്രദ്ധിക്കുക. നൗ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഇന്ത്യയിൽ ആദ്യത്തെ ഒരു എംപയർ ഫോർമേഷൻ ആണ്, വിച്ച് ഇസ് മൗര്യൻ എംപയർ. സോ മൗര്യൻ എംപയർ നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് മൗര്യൻ എംപയറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സോഴ്സസിനെ കുറിച്ചാണ്. ആർക്കിയോളജിക്കൽ സോഴ്സസും ലിറ്റററി സോഴ്സസും കവർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ചും ഈ പറയുന്ന ലൈക്ക് അശോക ദ ഗ്രേറ്റ്, അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധമ്മ പോളിസീസ്, റിലീജിയസ് പോളിസീസ്, അശോകൻ ഇൻസ്ക്രിപ്ഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ഓക്കെ. സോ യു സി ദാറ്റ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 provinces. മൗര്യൻ എംപയർ ഡിവൈഡഡ് ഇൻറ്റു 5 provinces. ഏതൊക്കെയാണ്? ഉത്തരപാത, ആവന്തിപാത, പ്രജ്യപാത, ദക്ഷിണപാത, എക്സെട്ര. Yes, central administration, the king is the head and assisted by a council of ministers. Okay, highest officers are tirthas and adhikshas. Then see important officials ഏതൊക്കെയാണെന്ന് നോക്കുക. Chief minister, then Mandri Parishad Adhyaksha, head of the council of minister, Purohita, Senapati, Yuvaraj. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അമത്യാസ് എന്ന് പറയുന്നത് സിവിൽ സർവൻസ് ആണ്. മൗര്യൻ കോണ്ടസ്റ്റിൽ അത് സിവിൽ സർവൻസ് ആണ്. അപ്പോൾ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധിക്കുക. മൗര്യൻ അഡ്മിനിസ്ട്രേഷനും മൗര്യന്റെ എക്കണോമിയും അല്ലെങ്കിൽ എക്കണോമിക് അഡ്മിനിസ്ട്രേഷനും ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ശ്രദ്ധിക്കുക. റൂളേഴ്സിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന അശോക ദ ഗ്രേറ്റ്, അദ്ദേഹത്തിന്റെ പോളിസീസും അദ്ദേഹത്തിന്റെ കോൺഗ്രസും അദ്ദേഹത്തിന്റെ ലൈക്ക് സോഷ്യോ റിലീജിയസ് പോളിസീസും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെയുള്ളത് സംഗമേജ് ആണ്. സംഗമേജ് നമുക്കറിയാം 300 BC തൊട്ട് 300 AD വരെയുള്ള സൗത്ത് ഇന്ത്യൻ ചരിത്രം. ആ സംഗമേജിൽ പ്രധാനമായിട്ടും 3 പ്രധാനപ്പെട്ട സംഘം ഡിനാസ്റ്റീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സംഘം ചോളചേര പാണ്ഡ്യാസ്. ഓക്കെ. സോ സംഘം ചോളചേര പാണ്ഡ്യാസിന്റെ പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ചോളാസ് ആർ കാവേരി പട്ടണം, പുഹർ വാസ് ദ ക്യാപിറ്റൽ. യെസ്, യു സി ദാറ്റ് emblem is tiger. Then you see that Ellara was the earliest king. Then അദ്ദേഹം ശ്രീലങ്ക കോൺകർ ചെയ്തിരുന്നു. കരികാല is the greatest king. Yes, he constructed a dam across Kaveri river. UPSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പാണ്ഡ്യാസ്, മധുരൈ was the capital.
emblem is carp, and Pandyas had a trade with this Roman Empire. Roman diasporas were there. അവരെ കുറിച്ച് മെഗസ്തനീസും പ്രതിപാദിക്കുന്നുണ്ട്. Then Nedunchelian, known as this, kingdoms, wealth and prosperity, most noteworthy Pandya ruler. So ഓരോ റൂളേഴ്സിനെ കുറിച്ചും ഇവരുടെ ക്യാപിറ്റൽസിനെ കുറിച്ചും ഇവരുടെ ട്രേഡ് കോൺടാക്ട്സിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക. പിന്നെ സംഘം ലിറ്ററേച്ചർ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം സംഘം ലിറ്ററേച്ചറിൽ ഈ സംഘം സൊസൈറ്റി, കൾച്ചർ, റിലീജിയൻ, എക്കണോമിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് തന്നെ UPSC പ്രിലിംസിലും മെയിൻസിലും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഡോണ്ട് കോംപ്രമൈസ് ദാറ്റ് ഏരിയ. ഓക്കെ, സംഘം, ചോളചേര, പാണ്ഡ്യാസ്. സോ മൗര്യാസിന് ശേഷം പിന്നെ വരുന്നത് നമ്മുടെ പോസ്റ്റ് മൗര്യൻ ഡിനാസ്റ്റീസ്. അതിൽ പ്രധാനപ്പെട്ട സുംഗ ഡിനാസ്റ്റി, കൺവ ഡിനാസ്റ്റി, ശതവാഹന ഡിനാസ്റ്റി, പിന്നെ ഫോറിൻ ഇൻവേഡേഴ്സിൽ ഇൻഡോ ഗ്രീക്ക് സാദർ അല്ലെങ്കിൽ ഷാഗ സാദർ. ഓക്കെ, സോ അതുപോലെ തന്നെ കലിംഗ ഭരിച്ച ചേതി ഡിനാസ്റ്റി. അപ്പോൾ പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട റൂളിംഗ് ഡിനാസ്റ്റീസ് ഏതൊക്കെയായിരുന്നു? അതിൽ തന്നെ ഫോറിൻ റൂളേഴ്സും ഉണ്ട്, ഇന്ത്യൻ റൂളേഴ്സും ഉണ്ട്. ഈ പറയുന്ന സംഘാസും കൺവാസും ശതവാഹനാസും ചേതീസ് ഒക്കെ നേറ്റീവ് ലൈക്ക് ഡിനാസ്റ്റീസ് ആണെങ്കിൽ, ഈ ഇൻഡോ ഗ്രീക്സും സ്കൈറ്റിയൻസും പാർട്ടിയൻസും ഷഗാസ് ഒക്കെ സെൻട്രൽ ഏഷ്യൻ ഇൻവേഡേഴ്സ് ആണ്. ഓക്കെ, സോ ദേ റൂൾഡ് ഇന്ത്യ. അപ്പൊ ഇവരെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഫോക്കസ് ചെയ്യൂ. ഫോർ എക്സാമ്പിൾ, കുഷാന സാദർ. കുഷാനാസ് പാട്രണൈസ്ഡ് ദിസ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്, മധുര സ്കൂൾ ഓഫ് ആർട്ട് ആൻഡ് ദിസ് മഹായാന ബുദ്ധിസം. ഓക്കെ, അപ്പോൾ ഇവരുടെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്കറിയാം. ചേതി ഡിനാസ്റ്റി, കലിംഗ, ദർ ഈസ് കലിംഗ റൂളർ ഖരവേല. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്. അപ്പൊ ഇവരുടെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിനുശേഷം വരുന്നത് ഗുപ്ത ഡിനാസ്റ്റിയാണ്. അപ്പോൾ ഗുപ്ത ഡിനാസ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, യെസ്, ദേ റോസ് ഫ്രം ദ റൂയിൻസ് ഓഫ് കുഷാനാസ് ആൻഡ് ശതവാഹനാസ്. അപ്പോൾ ദേ കെപ്റ്റ് ഇന്ത്യ യുണൈറ്റഡ് ഫോർ സെവറൽ സെഞ്ചുറീസ്. 275 തൊട്ടിട്ട് 550 AD വരെ യെസ് നോർത്ത് ഇന്ത്യ ഭരിച്ച പ്രധാനപ്പെട്ട ഡിനാസ്റ്റിയാണ് ഗുപ്ത ഡിനാസ്റ്റി. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ചന്ദ്രഗുപ്ത ഈസ് ദർ, അല്ലെങ്കിൽ നമ്മുടെ വിക്രമാദിത്യ, ചന്ദ്രഗുപ്ത സെക്കൻഡ് ഈസ് ദർ, സമുദ്രഗുപ്ത ഈസ് ദർ. ഇങ്ങനെയുള്ള റൂളേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസും റിഫോംസും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. By 550 AD, Gupta declined. One of the reason is feudalization and foreign invasions. Then അതിന് ശേഷമുള്ള ഡിനാസ്റ്റീസ്, പുഷ്യഭൂതി ഡിനാസ്റ്റി, മൗക്രി ഡിനാസ്റ്റി, മൈത്രിക ഡിനാസ്റ്റി, ശശാങ്ക ഡിനാസ്റ്റി, പല്ലവാസ്, കാഡംബാസ്, പാണ്ഡ്യാസ്, ചേരാസ്, ചോളാസ്. ഓക്കെ, ഈ സോകോൾഡ് ഡിനാസ്റ്റീസും അല്ലെങ്കിൽ അതിന്റെ റൂളേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പുഷ്യഭൂതി ഡിനാസ്റ്റിയിൽ നമുക്കറിയാം ഹർഷവർദ്ധന, അദ്ദേഹത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സസ്, Harshacharita, which is written by Banabhatta, Siyuki by Huyan Sang, Madhuban plate inscriptions, Sonpad inscriptions, and these Bangera inscriptions. ഈ സോഴ്സസ് ഒക്കെ ഹർഷവർദ്ധനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭരണത്തെ കുറിച്ചും പ്രതിപാദിക്കുന്ന, കോൺഗ്രസിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സസ് ആണ്. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ എത്തുന്നത് ഏർലി മീഡിയവൽ ഇന്ത്യയിലേക്കാണ്. ഏർലി മീഡിയവൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് സോഴ്സസ് ആണ്. ഓക്കെ, ഈ ഏർലി മീഡിയവൽ ഇന്ത്യനെ കുറിച്ചും അവിടുത്തെ റൂളേഴ്സിനെ കുറിച്ചും ഡിനാസ്റ്റീസിനെ കുറിച്ചും കൾച്ചറൽ സോഷ്യൽ ട്രാൻസിഷൻസിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട സോഴ്സസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും ട്രാവലേഴ്സ് ഉണ്ട്. ഫോറിൻ ട്രാവലേഴ്സും അവരുടെ അക്കൗണ്ട്സ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. എസ്പെഷ്യലി 10th, 11th, 13th, 14th, 15th സെഞ്ചുറീസിലൊക്കെ ഇന്ത്യ വിസിറ്റ് ചെയ്ത ട്രാവലേഴ്സും അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ, വിജയനഗർ എംപയർ, അല്ലെങ്കിൽ ഇമ്പീരിയൽ ചോളാസ്, അല്ലെങ്കിൽ ബമാനി കിങ്ഡം, അല്ലെങ്കിൽ പാല പ്രതിഹാര രാഷ്ട്രകൂടാസ്, ഇവരുടെയൊക്കെ ഡിനാസ്റ്റീസ് അല്ലെങ്കിൽ കിങ്ഡംസ് വിസിറ്റ് ചെയ്ത ട്രാവലേഴ്സും അവരുടെ അക്കൗണ്ട്സും UPSC ചോദിക്കുന്ന ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. അതൊന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ദ പോപ്പുലർ, യെസ്, ദ വിസിറ്റേഴ്സ്, യു സീ ദാറ്റ് ദർ ഈസ് ഇബൻ ബത്തൂത്ത, നിക്കോള കോണ്ടി, അബ്ദുൾ റസഖ്, ഡുആ ഡെ ബബോസ, ഡൊമിംഗോ പേസ്, ഫെർണാണ്ടോ നൂനിയസ്, മാർക്കോ പോളോ, സുലൈമാൻ. ഓക്കെ, ദീസ് ആർ സം ഫോറിൻ ട്രാവലേഴ്സ് ഓഫ് ദിസ് early medieval India. ആൻഡ് ആരുടെയൊക്കെ കിങ്ഡംസ് ആണ് അവർ വിസിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചത്, അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. Then coming to this India during the 750 to 12th century, early medieval India, അവിടെ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ, അല്ലെങ്കിൽ ഈ പറയുന്ന 3 party സ്ട്രഗിൾ. യു സീ ദാറ്റ് ഗുർജറ പ്രതിഹാരാസ്, പാലാസ് ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ, രാഷ്ട്രകൂടാസ് ഓഫ് ഡെക്കാൻ, they all fought with each other for the mastery of Kanuj. Okay, അപ്പോൾ പാലാസും പ്രതിഹാരാസും രാഷ്ട്രകൂടാസും ഇവരുടെ കൾച്ചറൽ ഹിസ്റ്ററി, ഓക്കെ, ഇവരുടെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ്, കൾച്ചറൽ ഹിസ്റ്ററി ആൻഡ് ക്രോണോളജി ഓഫ് ദ റൂളേഴ്സ്, ആ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ. പിന്നെ ഇമ്പീരിയൽ ചോളാസിലേക്ക് വരും. അവിടെ രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും മസ്റ്റായിട്ടും കവർ ചെയ്യണം. അവരുടെ കോൺഗ്രസ്റ്റും അവരുടെ കോൺട്രിബ്യൂഷൻസും റിഫോംസും കവർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, രാജേന്ദ്രന്റെ കോൺഗ്രസ്റ്റ് ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ് കോൺകർ ചെയ്യുന്നു, ശ്രീലങ്ക പൂർണ്ണമായിട്ടും കോൺകർ ചെയ്യുന്നു, മാൽഡീവ്സ്, ശ്രീ വിജയ ഓഫ് മലേഷ്യ, സദേൺ തായ്ലൻഡ്, ഇന്തോനേഷ്യ. അപ്പൊ ഈ കോൺഗ്രസ്റ്റ് ഒക്കെ നടത്തിയ പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് വിച്ച് ഈസ് രാജേന്ദ്ര ചോളയാണ്. സോ രാജരാജ ചോളനും രാജേന്ദ്ര ചോളന്റെയും കോൺട്രിബ്യൂഷൻസ്,
പിന്നെ അവിടെ നമുക്കറിയാം അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ്, അത് ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഐ മീൻ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട ടേംസ് നിങ്ങൾ കവർ ചെയ്യുക. ദിസ് ഇസ് ടൈപ്സ് ഓഫ് ലാൻഡ്സ് ആൻഡ് ദർ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പീരിയൽ ചോളാസ് പഠിക്കുമ്പോൾ അതിന്റെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഭയങ്കര ക്രൂഷ്യലാണ്, ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ലോക്കൽ അഡ്മിനിസ്ട്രേഷനും സെൻട്രൽ അഡ്മിനിസ്ട്രേഷനും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടേംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. വിജയനഗർ എംപയർ റൂൾഡ് ബൈ സംഗമ, സളുവ, തുളുവ, അരവിന്ദ ഡിനാസ്റ്റീസ്. ഓക്കെ, അപ്പൊ ആ ഡിനാസ്റ്റീസും അതിന്റെ റൂളേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസും റിഫോംസും ശ്രദ്ധിക്കുക. ഭക്തി സൂഫി മൂവ്മെന്റ്സ് നമുക്കറിയാം. ജൈനിസം, ബുദ്ധിസം മിഡീവൽ ആൻഷ്യൻ ഇന്ത്യയിലെ റിലീജിയസ് റവല്യൂഷണറി മൂവ്മെന്റ്സ് ആയിരുന്നെങ്കിൽ മിഡീവൽ ഇന്ത്യയിലെ റിലീജിയസ് റവല്യൂഷണറി മൂവ്മെന്റ്സ് ആയിരുന്നു ഭക്തി മൂവ്മെന്റും സൂഫി മൂവ്മെന്റ്സും. സോ പ്രധാനപ്പെട്ട ഭക്തി സൂഫി സെയിൻസും അവരുടെ ഏരിയാസ് ഓഫ് ഓപ്പറേഷനും അവരുടെ ടീച്ചിങ്സും അവരുടെ ഫിലോസഫീസും ഫോക്കസ് ചെയ്യുക. ഇമ്പീരിയൽ ചോളാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ടേംസ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്, അവരുടെ ഫോറിൻ ട്രേഡ്സ് കോംപ്രമൈസ് ചെയ്യരുത്. ടെമ്പിൾ ആർക്കിടെക്ചർ, ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. അപ്പോൾ there is Nagara, Dravida, Versara styles of temple architecture. Nagara is North Indian, Dravida is South Indian, and Versara is Deccani style. അപ്പോൾ ടെമ്പിൾ ആർക്കിടെക്ചർ അതിന്റെ ഫീച്ചേഴ്സും കവർ ചെയ്യുക. ഡൽഹി സൽത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 1206 തൊട്ട് 1526 ഫസ്റ്റ് പാനിപ്പത്ത് ബാറ്റിൽ വരെ ഡൽഹി ഭരിച്ചിരുന്ന, നോർത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഡിനാസ്റ്റിയാണ് ഡൽഹി സൽത്തനത്ത്, അല്ലെങ്കിൽ ആ ഭരണമാണ് ഡൽഹി സൽത്തനത്ത് എന്നറിയപ്പെടുന്നത്. അത് ഭരിച്ച ഡിനാസ്റ്റീസ് ഏതൊക്കെയാണ്? സ്ലേവ് ഡിനാസ്റ്റി, ഖൽജി ഡിനാസ്റ്റി, തുഗ്ലക് ഡിനാസ്റ്റി, സയ്യിദ് ഡിനാസ്റ്റി, ലോധി ഡിനാസ്റ്റി. കാലഘട്ടങ്ങൾ ശ്രദ്ധിക്കൂ. സ്ലേവ് ഡിനാസ്റ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും കുത്തുബ്ദീൻ ഐബക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇൽതുത്മിഷ ആയിക്കോട്ടെ, റസിയ ആയിക്കോട്ടെ, അവരുടെ റിഫോംസ് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഖൽജിയിലേക്ക് വരുമ്പോൾ അലാവുദ്ദീൻ ഖൽജി, അദ്ദേഹത്തിന്റെ റിഫോംസ് ശ്രദ്ധിക്കൂ. ഇനി തുഗ്ലക് ഡിനാസ്റ്റി ആണെങ്കിൽ നമുക്കറിയാം മുഹമ്മദ് ബിൻ തുഗ്ലക്, ഒക്കെ അദ്ദേഹത്തിന്റെ റിഫോംസ് ശ്രദ്ധിക്കൂ. സയ്യിദ് ഡിനാസ്റ്റി, ലോധി ഡിനാസ്റ്റി. അപ്പൊ ഇതിലെ ഓരോ ഡിനാസ്റ്റിയിലെയും പ്രധാനപ്പെട്ട സുൽത്താൻസും ആ സുൽത്താൻസിന്റെ റിഫോംസും എന്തുകൊണ്ട് അവർ ഹിസ്റ്റോറിക്കലി റെലവെന്റ് ആണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. ഫൈനലി 1526 പാനിപ്പത്ത് ബാറ്റിൽ സംഭവിക്കുന്നു. അവിടെ ബാബർ ഇബ്രാഹിം ലോധിനെ തോൽപ്പിക്കുകയും മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ മുഗൾ എംപയർ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഈ ഷാജഹാൻ, ഔറംഗസേബ്, ഈ റൂളേഴ്സും ഇവരുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മിലിറ്ററി കോൺക്വസ്റ്റും അല്ലെങ്കിൽ അവരുടെ കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട റിഫോംസും അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ അക്ബർ, മൻസുബദ്രി സിസ്റ്റം. ഓക്കെ, ദെൻ ലിറ്ററേച്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മുഗൾ കാലഘട്ടത്തിലെ ആർട്ട്, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്യുക. മിനിയേച്ചർ പെയിന്റിംഗ്, ഇൻഡോ ഇസ്ലാമിക് മുഗൾ ആർക്കിടെക്ചർ, ദെൻ ലിറ്ററേച്ചർ. ഫോർ എക്സാമ്പിൾ അബുൽ ഫാസിലിന്റെ വർക്കാണ് അക്ബർനമ. അത് 3 വോളിയത്തിൽ ഡിവൈഡഡ് ആണ്. ഫസ്റ്റ് വോളിയം ഡീലിംഗ് വിത്ത് അക്ബേഴ്സ് ആൻസിസ്റ്റേഴ്സ്, സെക്കൻഡ് വോളിയം ഡീലിംഗ് വിത്ത് അക്ബേഴ്സ് റീൻ, തേർഡ് വോളിയം ഈസ് വിത്ത് അലി അക്ബറി. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ദർ ആർ ലോഡ്സ് ഓഫ് ലൈക്ക് മുഗൾ ലിറ്റററി വർക്ക്സ് ഡൺ. അത് ഏതൊക്കെയാണ്, അതിന്റെ ഓതേഴ്സ് ഏതൊക്കെയാണ്, എന്തിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. യെസ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് മുഗൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ടേംസ് ഇത് പ്രീവിയസ്ലി ചോദിച്ചതും കൂടിയാണ്. നിങ്ങൾക്കറിയാം, വാസിർ, മിർബക്ഷി, മിർസമൻ, ചീഫ് കസി, സദർ സുദർ. ഓക്കെ, സുബ ഈസ് what is the toppest division Suba, under which Sarkar, then this Paragana, then this village. അപ്പം സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻസ് എങ്ങനെയാണ്? പ്രൊവിൻസ് ആയിട്ടും, അല്ലെങ്കിൽ അതിന്റെ താഴെ ഡിസ്ട്രിക്റ്റ് ആയിട്ടും, അല്ലെങ്കിൽ അതിന്റെ താഴെ വില്ലേജ് ആയിട്ടും, അതിന്റെ ഡിവിഷൻസ് നിങ്ങൾ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആൻഡ് വില്ലേജ്. അപ്പൊ ആ ഡിവിഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക, അതിലെ പ്രധാനപ്പെട്ട ടേംസ് ശ്രദ്ധിക്കുക, അവരുടെ ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻസ് ആൻഡ് ദിസ് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ഇന്ത്യയിൽ വന്നു. നമുക്കറിയാം ആ ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് ഫസ്റ്റ് പോർച്ചുഗീസ് വരുന്നു, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച് മെയിൻ ആയിട്ടും. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട സെറ്റിൽമെന്റ്സ് ഏതൊക്കെയാണ്? അവരുടെ ബ്രിട്ടീഷ്, ഫ്രഞ്ച്, അല്ലെങ്കിൽ ഡച്ച്, അല്ലെങ്കിൽ ഈ പോർച്ചുഗീസ് സെറ്റിൽമെന്റ്സ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റുള്ള യൂറോപ്യൻസ് പരാജയപ്പെടുകയും അവിടെ ഈ പറയുന്ന നമ്മുടെ ബ്രിട്ടീഷ് വിന്നർ ആവുകയും ചെയ്തത്? ഓക്കെ, സോ പ്രധാനപ്പെട്ട ഇവരുടെ ഗവർണർ ജനറൽസ് അല്ലെങ്കിൽ വൈസ് റോയ്സ്, അവരുടെ റിഫോംസ്, ആൻഡ് ഫൈനലി വൈ ദ ബ്രിട്ടീഷ് സക്സസ്ഫുൾ എമംഗ് ദീസ് യൂറോപ്യൻ ട്രേഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആൻഷ്യൻ മിഡീവൽ പഠിക്കുമ്പോൾ ഓരോ ആസ്പിറന്റും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ സെഷന്റെ ഇന്റൻഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ളതല്ല, നിങ്ങളെ ജസ്റ്റ് എന്താണ് ഇതിന്റെ ക്രക്സ്, ആൻഷ്യൻ മിഡീവൽ എന്തെല്ലാം ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സെഷനിലൂടെ വളരെ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിച്ചത്. നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൊഡ്യൂൾ സ്പെസിഫിക് ആയിട്ടുള്ള മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് ഗാലന്റ് IASന്റെ കോഴ്സിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിന് എൻറോൾ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.